ഹായ് ഹലോ വിഷുക്കണിക്ക് വേണ്ടിയുള്ള കൃഷ്ണനെ റെഡിയാക്കി എടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പൊടിയടിച്ചിരുന്ന കൃഷ്ണനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൈയുടെ ആ ഒരു ഭാഗം ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് തട്ടിയതെന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ഭാഗം അടർന്നു പോയി. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് പൗഡറും ഫെവിക്കോളും കൂടെ വെച്ചാണ് മിക്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു സിൽവർ കളറായിട്ടുള്ള പ്ലെയിൻ വെള്ള കളർ വരുന്ന ഒരു കൃഷ്ണ വിഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് നിറം കൊടുത്തെടുത്തതാണ്. അതിൽ ആ ഒരു കൃഷ്ണന്റെ ദേഹത്തുള്ള കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് കളറ് മിക്സ് ചെയ്തത് റെഡി ആയിട്ടില്ലായിരുന്നു. ഉണങ്ങിയതിന് ശേഷമാണ് ഈ ഒരു മിക്സിങ് റെഡിയല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് പെയിന്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഇത്തവണ പെയിന്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു നീലമഷി കറക്റ്റായിട്ട് എടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ രണ്ടാമത് കോട്ടടിക്കുമ്പോൾ തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ കളറ് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ആ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കളർ എടുത്ത് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ആ കളറൊക്കെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം മാറ്റി ഈ പ്രാവശ്യം റെഡിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ കൃഷ്ണന് പെയിന്റ് അടിച്ചെടുക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല. കൃഷ്ണ വിഗ്രഹത്തിന് പെയിന്റ് അടിക്കാനും വിഷുക്കണി ഒരുക്കാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യമാണ് അതിന് സാധിച്ചത്. ശരീരത്തിനെല്ലാം നിറം കൊടുത്തതിന് ശേഷം ഓർണമെന്റ്സിനാണ് നിറം കൊടുക്കുന്നത്. അതിനുശേഷം ബ്ലാക്ക് കളറും ബാക്കിയുള്ള കളറും ഒക്കെ കൊടുത്തെടുക്കുന്നുണ്ട്. പകലാണ് നിറം കൊടുക്കാൻ തുടങ്ങിയെങ്കിലും രാത്രിയായിട്ടൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ വീഡിയോയിൽ ആ വെട്ടത്തിന്റെ ഒരു കുറവൊക്കെ ഉണ്ട് ലാസ്റ്റ് ആകുമ്പോൾ. കൈവിരലിന്റെ ഭാഗം ആദ്യം തന്നെ ചെയ്തത് കൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പെയിന്റ് അടിക്കാനും പാകമായിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നും നേരത്തെ കണ്ടതാണോ ഇപ്പോഴാണോ നല്ല ഭംഗിയായിട്ടുള്ളതെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.